ആഹാ, അമ്മാവനെപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. വരണവിവരത്തിന് നിനക്കൊരു കത്തയച്ചാലെന്താ? ഞാൻ അയച്ചിരുന്നല്ലോ. അതിങ്ങോട്ട് നിന്റെ തറവാടൊന്നും ചാവശ്ശേരിലുണ്ടല്ലോ. അമ്മായി പിണങ്ങി നിൽക്കുക. ഞാൻ വിളിച്ചിട്ടും കൂടെ വന്നില്ല. പിണക്കമൊക്കെ ഞാൻ അവിടെ വന്നിട്ട് മാറ്റും. എടാ, നീ ഇനി തിരിച്ചു പോണില്ലെന്ന് രുക്മിണി പറഞ്ഞല്ലോ, ശരിയാണോ? ശരിയാ. നീ കുമാരന്റെ കൂടെ എവിടേക്കാ പോയത്? അല്ല, ഈ സോപ്പും കമ്പിളി ഒന്നും കൊണ്ടുവന്നില്ലേ? എന്ത് കമ്പിളി? അവിടെ തണുപ്പുണ്ടെങ്കിലല്ലേ ഉള്ളൂ. മാത്രമല്ല എന്റെ നിറയെ സാധനങ്ങൾ ഈ കസ്റ്റംസുകാർ പിടിച്ചു. എനിക്ക് തരാതിരിക്കാൻ വേണ്ടി നീ നുണയൊന്നും പറയണ്ട. നിന്റെ തള്ള ദേവകി 3 മാസം രക്തവാദം പിടിച്ച് കിടന്നപ്പോ മരുന്ന് മേടിച്ചു കൊടുക്കാനും ശുശ്രൂഷിക്കാനും ഞാനേ ഉണ്ടായുള്ളൂ. അത് മറക്കണ്ട. മുരളിയുടെ അമ്മ എന്ന് പറഞ്ഞ അമ്മാവിന്റെ സ്വന്തം സഹോദരിയല്ലേ? മാത്രമല്ല അമ്മ കിടന്ന സർക്കാർ ആശുപത്രിയില്ല. അറിയാൻ പാടില്ലാത്ത കാര്യത്തെ കുറിച്ച് വിസ്തരിക്കണ്ട. ഡോക്ടർമാർക്കും കമ്പൗണ്ടർമാർക്കും എത്ര രൂപയാണ് ഞാൻ എണ്ണി കൊടുത്തതെന്ന് നിനക്കറിയാമോ? അതുപോട്ടെ, കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? കുപ്പി എനിക്കല്ല, ആ തഹസിൽദാർക്ക് കൊടുക്കാൻ. അയാളെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. കുപ്പിയൊന്നും വാങ്ങിച്ചില്ല അമ്മാവ. പിന്നെ എന്ത് പിണ്ണാക്കാടോ താൻ 7 കൊല്ലം കൂടിയിട്ട് വന്നപ്പോ കൊണ്ടുവന്നത്? അല്ല മുരളി, മുരളിക്ക് മുരിങ്ങാലത്തോരൻ ഇഷ്ടമല്ലേ? അല്ല, ഇനിയിപ്പോ എന്താ പരിപാടി? പരിപാടി അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും ചെറിയേട്ടൻ പറഞ്ഞ പോലെ അബ്കാരി തുടങ്ങാമെന്ന് വെച്ചു. അപ്പോ വലിയേട്ടൻ പറഞ്ഞു അത് വേണ്ടാന്ന്. ഒരു AC റെസ്റ്റോറന്റ് തുടങ്ങാമെന്ന് വെച്ചു. അതേതായാലും വളരെ നന്നായി. വലിയേട്ടുള്ളപ്പോ പേടിക്കാനൊന്നും ഇല്ലല്ലോ. മുരിങ്ങാത്തോരൻ എനിക്ക് ഇഷ്ടാട്ടോ. എന്താ? അച്ഛനില്ലാത്ത നിന്നോട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചാ മതി. എന്താ മാവ? നീ ഇപ്പൊ ഗൾഫിൽ പോയിട്ട് എത്ര കാലായി? 7 കൊല്ലം ആയല്ലോ. ഇതിനിടയില് നിന്റെ ചേട്ടന്മാർക്ക് ഒരുപാട് കാശ് നീ അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അത് ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. ആ രൂപയിൽ നിന്ന് 1 രൂപയെങ്കിലും മുടക്കി ഇവരിൽ ആരെങ്കിലും നിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടോ? ഞങ്ങളെ എല്ലാം ഒന്നല്ലേ അമ്മാവ? അല്ല, നിങ്ങൾ 3 പേരാ. കിട്ടിയതൊക്കെ അവന്മാര് സ്വന്തം തടി വീർപ്പിക്കാനല്ലേ ഉപയോഗിച്ചത്. മൂത്ത കള്ളന്റെ കൂടെ ചേർന്ന് നീ ഹോട്ടലിൽ തുടങ്ങാൻ പോയാൽ അവൻ നിന്നെ മുക്കും. എന്റെ വിശാലത്തിന്റെ കല്യാണത്തിന് 10 പവൻ സ്വർണത്തിന്റെ പണം അയച്ചു തന്നവനാ നീ. എന്റെ മോന് വിസ ഒപ്പിച്ചു കൊടുത്തവനാ നീ. ആ സ്നേഹവും നന്ദിയും എനിക്ക് നിന്നോടുണ്ട്. അതുകൊണ്ടാ പറയുന്നത്, നീ ഒരു പാവാ. അവന്മാര് നിന്നെ വിഴുങ്ങും. ഞാനത് വലിയേട്ടനോട്. ഇനി അവന്മാര് വിഴുങ്ങിയില്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ബിസിനസ് എന്ന് പറയുന്നതിന്റെ കുഴപ്പം എവിടെയെന്ന് അറിയാമോ? ചിലപ്പോ ഭീമമായ നഷ്ടം സംഭവിക്കും. ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ. പറയൂ. കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങിയിടുക. സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത്. 1 കൊല്ലം കഴിഞ്ഞാൽ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ചാവശ്ശേരില് നല്ല 1-ാം തരം തെങ്ങും പറമ്പുണ്ട്. നീ അങ്ങോട്ട് വരണമെന്നേ ഇല്ല, ഞാൻ ഉണ്ടല്ലോ അവിടെ. എന്താ, നിനക്കെന്നെ വിശ്വാസമില്ലേ? അതുകൊണ്ടല്ല. മാസാമാസം തേങ്ങ വിറ്റ് പണം ഞാനിങ്ങോട്ട് എത്തിച്ചോളാം. അത് മേടിച്ച് കീസയിൽ വെക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ശരിയാ, തെങ്ങുകളുടെ കാര്യത്തിൽ അമ്മാവനൊരു എക്സ്പേർട്ട് ആണെന്ന് വലിയേട്ടൻ തന്നെ പറയാറുണ്ടല്ലോ. അപ്പൊ ഞാൻ പറമ്പ് നോക്കട്ടെ. അതാ നല്ലതല്ലേ. ഇനിയിപ്പോ ഇതിൽ എത്ര സംശയിക്കാൻ എന്താ ഉള്ളേ? നീ വാ, കുപ്പിയില്ലെങ്കിൽ വേണ്ട, വല്ല ചാരിയ പെണ്ണിനെ വല്ലതും തന്നാ മതി. എനിക്ക് പോയിട്ട് തീർത്തിട്ടുണ്ട്. വേഗം വാ. വന്നേ. എന്താ? ഇങ്ങോട്ട് വന്നേ. ഞാൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? എന്റെ ചെറിയേട്ടൻ. അപ്പൊ നീ അത് പറഞ്ഞിട്ടില്ല. എടാ, ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരല്ലേ നമ്മൾ. അതെ. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് വെച്ച് റേഞ്ച് പിടിച്ചോളാവും നീ എനിക്ക് വാക്ക് തന്നല്ലേ? അതെ ചേട്ടാ. പക്ഷേ നീ അറബി നാട്ടിൽ പോയി അറബിയുടെ ആട്ടത്തൊപ്പ് സഹിച്ചു, കല്ല് ചുമന്നു, വെയിൽ കൊണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഈ നാട്ടിൽ വന്ന് ചായക്കട നടത്താനാ? ചേട്ടാ, ചായക്കട ഏലപ്പാറ കുടുംബക്കാർ ചായക്കടക്കാരാണ് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ? നാണമില്ലേടാ നിനക്ക്? ഇതിനാണോ നീ ഗൾഫിൽ പോയത്? ഇതിനാണോ കല്ല് ചുമന്നത്? ചായക്കട അല്ല ചേട്ടാ. ഒന്നും എനിക്ക് കേൾക്കണ്ട. റേഞ്ച് പിടിക്കുന്ന വിവരം പുറത്താരോടും പറയരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? പുറത്താരോടും പറഞ്ഞില്ല, നമ്മുടെ വലിയേട്ടനോടല്ലേ പറഞ്ഞത്. എന്റെ പാർട്ട്നേഴ്സിന്റെ മുമ്പ് ഞാൻ നാണം കെട്ടില്ലടാ. ചേട്ടാ, ചായക്കട അല്ല ചേട്ടാ, പറമ്പാ. പറമ്പോ? അതാവുമ്പോ റിസ്ക് ഇല്ല.